നമസ്കാരം, BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വെയർ, സിറ്റി ഷൂസ് അങ്കമാലി, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. നാലര വർഷം വേട്ടക്കാരെ ചേർത്ത് പിടിച്ചു. ഹേമ കമ്മിറ്റി കത്തിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളം. സതീശൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം കാപ്പട്യം നിറഞ്ഞതും സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടവുമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പച്ചക്കള്ളം പറഞ്ഞാണ് മുഖ്യമന്ത്രി എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിച്ചത്. ഒരു കാരണവശാലും റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ ഹേമ കമ്മിറ്റി നൽകിയ കത്തിൽ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അവർ നൽകിയ കത്ത് ഒരിക്കലും പുറത്തു വരില്ലെന്ന് കരുതിയാണ് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതെന്ന് VD സതീശൻ പറഞ്ഞു. ക്യാപ്റ്റൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മുഖ്യമന്ത്രി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. ശോഭ സുരേന്ദ്രൻ. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് കാരണം രാഷ്ട്രീയക്കാർ കൂടിയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം ശോഭ സുരേന്ദ്രൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ സ്വമേധയാ കേസെടുക്കുവാൻ സർക്കാർ തയ്യാറാക്കണം. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു. വിദേശയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ, ജാക്കറ്റ്സും ലഭ്യമാണിവിടെ. സിറ്റി ടവർ ഓപ്പോസിറ്റ് to KSRTC ബസ് സ്റ്റാൻഡ് അങ്കമാലി. Our sister concern City Wear and City Shoes Angamali. Number 048424555555. വെളിപ്പെടുത്തുവാൻ വൈകിയതിൽ കുറ്റബോധം തോന്നുന്നു. ജസ്ന തിരോധാന കേസിൽ ലോഡ്ജ് ജീവനക്കാരിയുടെ മൊഴിയെടുത്ത CBI. ജസ്ന തിരോധാന കേസിൽ വെളിപ്പെടുത്തൽ നടത്തിയ മുണ്ടക്കയം സ്വദേശിനിയുടെ മൊഴി CBI രേഖപ്പെടുത്തി. മുണ്ടക്കയം ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുത്തത്. CBIയോട് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും വെളിപ്പെടുത്തൽ നടത്തുവാൻ വൈകിയതിൽ കുറ്റബോധം തോന്നുന്നുവെന്നും അവർ പ്രതികരിച്ചു. പറയാനുള്ളത് എല്ലാം പറഞ്ഞുവെന്നും ലോഡ്ജ് ജീവനക്കാരി കൂട്ടിച്ചേർത്തു. ഷിരൂർ ദൌത്യം. ഇടവിട്ട പശ്ചിമഘട്ടത്തിൽ പെയ്ത മഴ പുഴയിലെ ഒഴുക്കുകൂട്ടി. അനുകൂലമായാൽ തുടരുമെന്ന് ഹൈക്കോടതിയിൽ. കർണാടകയിലെ അങ്കോളയ്ക്ക് അടുത്തുള്ള ഷിരൂരിൽ ഗംഗാവലി പുഴയിൽ വീണ് കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനായുള്ള തെരച്ചിൽ അനുകൂല സാഹചര്യം വന്നാൽ തുടരുവാൻ തയ്യാറെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. ഇടവിട്ട പശ്ചിമഘട്ടത്തിൽ പെയ്ത മഴയിൽ പുഴയിലെ ഒഴുക്ക് കൂടിയിരുന്നു. ഒരു മുങ്ങൽ സംഘത്തിന് ഇറങ്ങി തിരച്ചിൽ നടത്താനുള്ള സാഹചര്യം ദിവസങ്ങളോളം ഉണ്ടായിരുന്നില്ലെന്നും മുങ്ങൽ വിദഗ്ധരുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് മുങ്ങലിനെ അനുവദിക്കാനാകില്ലെന്നും സർക്കാർ കോടതിയിൽ വാദിച്ചു. സ്വന്തം നിലനിൽപ്പിനായി ഇതൊന്നും എന്നെ ബാധിക്കില്ലെന്ന് വിചാരിക്കുന്ന പ്രബുദ്ധ സിനിമാ പ്രവർത്തകർ ചുറ്റുമുണ്ട്. സജിത മഠത്തിൽ. കഴിഞ്ഞ 2 ദിവസങ്ങൾ ആഹ്ലാദത്തിന്റെയും ആത്മവിശ്വാസം വീണ്ടെടുപ്പിന്റേതുമായിരുന്നുവെന്ന് സജിത മഠത്തിൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുവാൻ പ്രയത്നിച്ച മാധ്യമപ്രവർത്തകരടക്കമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടും സ്വന്തം നിലനിൽപ്പിനായി ഇതൊന്നും എന്നെ ബാധിക്കില്ലെന്ന് വിചാരിക്കുന്ന പ്രബുദ്ധ സിനിമാ പ്രവർത്തകർ ചുറ്റുമുണ്ടെന്ന് സജിത മഠത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ
ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. നെടുമങ്ങാട് വിനോദ് വധക്കേസ്, ഒന്നാം പ്രതിക്ക് വധശിക്ഷ, 3 പ്രതികൾക്ക് ജീവപര്യന്തം. നെടുമങ്ങാട് വിനോദ് വധക്കേസിൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ. പരവൂർ സ്വദേശിയായ ഉണ്ണിയെയാണ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഉണ്ണി മുൻപും നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ഇയാൾ ജയിലിൽ നിന്നും ഇറങ്ങുന്നത് സമൂഹത്തിന് ആപത്താണെന്ന് കോടതി നിരീക്ഷിച്ചു. കേസിലെ മറ്റു 3 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും വിധിച്ചു. ശരത് കുമാർ, രജിത് ബാബു, കണ്ണൻ എന്നിവർക്കാണ് ജീവപര്യന്തം തടവ് വിധിച്ചത്. കേസിലെ 6 പ്രതികളിൽ 2 പ്രതികളെ വെറുതെ വിട്ടു. കുറ്റകൃത്യം സംശയിക്കപ്പെടേണ്ടതില്ല. കുവൈറ്റ് മംഗഫിലെ തീപിടുത്തം ആകസ്മികമായി സംഭവിച്ചത്. പബ്ലിക് പ്രോസിക്യൂഷൻ. കുവൈത്തിൽ 49 പേരുടെ മരണത്തിനിടയാക്കിയ മംഗഫ് തീപിടുത്ത കേസിന്റെ ഫയൽ പബ്ലിക് പ്രോസിക്യൂഷൻ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷന് കൈമാറി. തീപിടുത്തം ആകസ്മികമായി സംഭവിച്ചതാണെന്നും സംഭവത്തിൽ കുറ്റകൃത്യം സംശയിക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ നിലനിൽക്കുന്നില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. യാത്രക്കാരുമായി പറന്നുയർന്ന ചെറുവിമാനം തകർന്നു വീണു. പൈലറ്റും യാത്രക്കാരനും കൊല്ലപ്പെട്ടു. അമേരിക്കയിലെ പടിഞ്ഞാറൻ ടെക്സസിൽ ചെറുവിമാനം തകർന്നു വീണ് പൈലറ്റ് ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടു. ഒഡേസയിൽ ചൊവ്വാഴ്ച രാവിലെ 7 മണിയോടെയാണ് വിമാനം തകർന്നു വീണത്. ഡേസ ഷ്ലെമെയർ ഫീൽഡ് എയർപോർട്ടിൽ നിന്നും പറന്നുയർന്ന വിമാനം ഉടൻ തന്നെ തകർന്നു വീഴുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. വിമാനത്തിന്റെ പൈലറ്റ് ജോസഫ് വിൻസെന്റ് സുമയും യാത്രക്കാരിൽ ഒരാളായ ജോലീൻ കവറേറ്റ വെതർലിയുമാണ് മരിച്ചതെന്ന് ടെക്സസ് പബ്ലിക് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. വിമാനം പറന്നുയർന്ന ഉടനെ തകരാർ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് വിമാനം അടിയന്തരമായി ഹൈവേയിൽ ഇറക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം. മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റും, പലയിടത്തും വ്യാപക നാശം. കൊല്ലത്ത് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. സംസ്ഥാനത്ത് മഴയ്ക്കൊപ്പം വീശിയടിച്ച് ശക്തമായ കാറ്റിൽ പലയിടത്തും വ്യാപക നാശം. കൊല്ലം മുണ്ടക്കലിൽ ശക്തമായ കാറ്റിലും മഴയിലും വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശി പെൽക്കിസാണ് മരിച്ചത്. പെൽക്കിസിനൊപ്പം കടലിൽ വീണ ബെർണാഡ് നീന്തി രക്ഷപ്പെട്ടു. ഇയാൾ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പുലർച്ചെയാണ് ഇരുവരും സഞ്ചരിച്ച പരമ്പരാഗത വള്ളം അപകടത്തിൽപ്പെട്ടത്. വടക്കൻ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള മറ്റ് 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഇവിടെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. മഴയോടൊപ്പം 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശുവാനും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത.
11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകി. വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനത്തേക്കും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.